ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ചുക്കയാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 900 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലില്ലാത്തതും രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. തൈര് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉള്ളി കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് 2-3 തവണകളായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉള്ളി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള അതേ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ടെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ നെടുക കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മാത്രം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി പൊടികളൊന്നും കരിഞ്ഞു പോവാതെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മൾ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് ഒരു മസാല ടൈപ്പ് ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കതൊന്ന് വേവിച്ചിട്ടെടുക്കാൻ. ഈ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വരട്ടി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി ചേർക്കുമ്പോൾ തന്നെ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി കിട്ടും. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് 2 കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, വലിയ ജീരകമില്ല അതാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വീണ്ടും 1 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വരട്ടി കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി ചിക്കൻ ചുക്ക റെഡിയായി. ഇത് ഒരുപാട് ഗ്രേവി ഇല്ലാത്ത മസാല ടൈപ്പ് ഒരു ചിക്കൻ റെസിപ്പിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു കിഡിലും കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ചുക്ക. നെയ്ച്ചോറ് മാത്രമല്ല ചപ്പാത്തി, പത്തിരി, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ റൈസോ അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും ചിക്കൻ ചുക്ക ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.